ഹലോ കൂട്ടുകാരെ, അപ്പോൾ വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനാദ്യം തന്നെ ആവശ്യമായിട്ട് തക്കാളി വേണം, വെളുത്തുള്ളി വേണം, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് വേണം, സവാള ചെറുതായി അരിഞ്ഞത് വേണം. പിന്നെ ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു തണ്ട് കറിവേപ്പില, വറ്റൽമുളക്. അതിനുശേഷം ചട്ടി വെച്ച് അത് ചൂടായതിനു ശേഷം കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും തക്കാളിയും കറിവേപ്പിലയും എല്ലാം കൂടി വറ്റൽമുളകും എല്ലാം കൂടി എണ്ണയിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ അത് നന്നായിട്ട് വഴണ്ടി വന്നിരിക്കും. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പുളിവെള്ളം നമുക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് വരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള രസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.